ഹായ് ഫ്രണ്ട്സ്, ഇത് റീന ബി ജോർജ് ഫ്രം RVG ഇൻസൈറ്റ്സ്. നിങ്ങൾ റിച്ച് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ ദിവസവും തന്നെ GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് പേ ചെയ്യണം. എന്താണ് GST? ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ തീർച്ചയായും അറിയേണ്ടതല്ലേ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ ചൊല്ല്? എന്താണ് GST? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ രാജ്യ പുരോഗതിക്ക് നമ്മുടെ വിയർപ്പ് നന്നായി ഒഴുക്കുന്നുണ്ടെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി. ഈ ചിത്രങ്ങളിൽ കാണുന്നത് 2017 മുതലുള്ള നമ്മുടെ GST കളക്ഷൻ്റെ ഒരു അവതരണമാണ്. 2016-17 8.63 ലക്ഷം കോടിയാണ് രൂപയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനം. 2020-21 11.37 ലക്ഷം കോടിയാണ് GST വരുമാനം. 2023-24 20.18 ലക്ഷം കോടിയും 2024-25 22.08 ലക്ഷം കോടിയും GST വരുമാനം ഇന്ത്യൻ ഗവൺമെന്റിന് ലഭിച്ചു. ഇവിടെ നമുക്ക് കാണാം 2016-17 കാലത്തേക്കാൾ 2.5 മടങ്ങാണ് 2024-25 GST വരുമാനം. ഇത് ഒരു GST ബില്ലിന്റെ കോപ്പിയാണ്. 2872 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ 517 രൂപ GSTയും കൂടി ടോട്ടൽ 3390 രൂപ ബിൽ പേ ചെയ്തു. ഇവിടെ 18% ടാക്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നോക്കുക, മറ്റൊരു ബില്ല്. ഇതിൽ വാങ്ങിച്ചിരിക്കുന്നത് 98 ഇഞ്ചിൻ്റെ ഒരു TV ആണ്. അതായത് അതിൻ്റെ റേറ്റ് 6,49,900 ആണ്. ഓണ ഡിസ്കൗണ്ടിന് ശേഷം അതിൻ്റെ വില 3,34,718. അതിന് GST വന്നിരിക്കുന്നത് 28% ആണ്. അപ്പോൾ CGST സെൻട്രൽ ഗവൺമെൻറ്റിനുള്ളത് 47,140. SGST സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള GST 47,140. ഇപ്പോൾ ടോട്ടൽ GST വന്നിരിക്കുന്നത് 94,280 ആണ്. അപ്പോൾ നോക്കുക, 3,36,000 സംതിങ് വിലയുള്ളതിന് 94,280, ഏകദേശം 1 ലക്ഷത്തോളം GST തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ലക്ഷറി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലക്ഷറി ഐറ്റംസ് വാങ്ങുമ്പോൾ അതിന് GST കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പണം ലാഭിക്കണമെങ്കിൽ കുറച്ചുകൂടി ലക്ഷറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി ഒരു മീഡിയം ടൈപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര അധികം ടാക്സ് വരില്ല. അല്ലായെങ്കിൽ കൂടുതൽ ടാക്സ് ആയിരിക്കും. അപ്പോൾ ഈ ടാക്സ് ഏത് സ്ലാബിൽ വരുന്നു എന്ന് നോക്കി നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് പണം സേവ് ചെയ്യാൻ സാധിക്കും. 1947 നമ്മൾ സ്വതന്ത്ര രാജ്യമായി എങ്കിലും പല സ്റ്റേറ്റുകളിലും പലതരം ടാക്സുകളാണ് നിലനിന്നിരുന്നത്. വാറ്റ്, ഒക്ട്രോയ്, സെയിൽസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ് എന്നിങ്ങനെ ഏവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പല പല ടാക്സുകൾ. ഇത് തീർച്ചയായും ഇൻഡസ്ട്രീസിന് വളരാനുള്ള ഒരു സാഹചര്യമല്ല സൃഷ്ടിച്ചിരുന്നത്. നമ്മുടെ രാജ്യം സമ്പന്നമാകണമെങ്കിൽ തീർച്ചയായും ഇൻഡസ്ട്രീസ് വേണം. 2000 വാജ്പേയി ഗവൺമെന്റാണ് ഒരൊറ്റ രാജ്യം ഒരു ടാക്സ് എന്ന രീതിയിൽ GSTയെ കുറിച്ച് ആശയം മുന്നോട്ട് വെച്ചത്. ഫൈനാൻസ് മിനിസ്റ്റേഴ്സിന്റെ കമ്മിറ്റി അതിനുവേണ്ടി അന്ന് രൂപീകൃതമായി. 2006 ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ P. ചിദംബരം GST 2010 ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചർച്ചകൾ മുൻപോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അത് നീണ്ടുപോകുകയും പിന്നീട് 2015 ലോക്സഭയിലും 2016 രാജ്യസഭയിലും GST ബിൽ പാസ്സായി. അങ്ങനെ 2017 ജൂലൈ 1 GST സിസ്റ്റം ഇന്ത്യയിൽ നിലവിൽ വന്നു. അതുവരെയുള്ള എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി മുതലായ എല്ലാ ടാക്സുകൾക്കും പകരമായി ഒരൊറ്റ ടാക്സ് നിലവിൽ വന്നു.
അതാണ് GST. ഈ GST എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. GST എന്നാൽ ഒരു സിംഗിൾ ടാക്സ് ആണ്. ഉപഭോക്താവാണ് GST നൽകേണ്ടത് എന്നിരിക്കുന്നു. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് മുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഉപഭോക്താവ് വാങ്ങുന്നത് വരെയുള്ള സപ്ലൈ ചെയിൻ്റെ ഓരോ ഘട്ടത്തിലും GST കളക്ട് ചെയ്യപ്പെടുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ ITC എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കു വേണ്ടി അവർ വാങ്ങിയ ഗുഡ്സിനും സർവീസസിനും അവർ ഓൾറെഡി നൽകിയ GST തിരിച്ച് ക്ലെയിം ചെയ്യാമെന്നതാണ് ITC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് GSTയുടെ ഒരു സവിശേഷത. ഉദാഹരണമായി A എന്ന മാനുഫാക്ചറിംഗ് കമ്പനി സങ്കല്പിക്കുക. ഇവരുടെ പ്രോഡക്റ്റ് അലമാരയാണ്. അതിനു വേണ്ട റോ മെറ്റീരിയൽസ് ആയ മെറ്റൽ കമ്പി, ഷീറ്റ് എന്നിവ ഇവർ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ അവർ തീർച്ചയായും GST നൽകേണ്ടി വരും. അവർ 100 രൂപ GST ആയി നൽകി എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഇവർ പ്രോഡക്റ്റ് നിർമ്മിച്ചു, അതിന് ഒരു വിലയിട്ടു, അതിനാനുപാതികമായി GST കാൽക്കുലേറ്റ് ചെയ്ത് ഇവർ ഒരു ഹോൾസെയിലർക്ക് വിൽക്കുന്നു. ഇവർ 180 രൂപയാണ് GST ആയി വാങ്ങുന്നത് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവർ ഓൾറെഡി 100 രൂപ GST പേ ചെയ്തിട്ടുണ്ട്. അത് ഇവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയി ക്ലെയിം ചെയ്യാം. അതായത് ഇവർ ഹോൾസെയിലറിൽ നിന്ന് വാങ്ങിയ 180 രൂപയിൽ ഇവർ ഓൾറെഡി നൽകിയ 100 രൂപ മൈനസ് ചെയ്ത് ബാക്കി 50 രൂപ മാത്രം ഗവൺമെൻറ്റിന് ടാക്സായി പേ ചെയ്താൽ മതി. ഹോൾസെയിലർ ഈ പ്രോഡക്റ്റ് അവരുടെ ലാഭവും കൂടി കൂട്ടി ഒരു പുതിയ വിലയ്ക്ക് ചെറുകിട വ്യാപാരിക്ക് വിൽക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവർ പുതിയ വിലയ്ക്ക് ആനുപാതികമായി 200 രൂപ GST വാങ്ങുന്നു. ഹോൾസെയിലർ ഓൾറെഡി 180 രൂപ മാനുഫാക്ചർക്ക് GST ആയി നൽകിയിട്ടുണ്ട്. ആ 180 രൂപ അവർ ക്ലെയിം ചെയ്തുകൊണ്ട് ബാലൻസ് എമൗണ്ട് ആയ 50 രൂപ മാത്രം ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അതിനുശേഷം ഈ റീറ്റെയിലർ അഥവാ ചെറുകിട വ്യാപാരി ഉപഭോക്താവായ നമുക്ക് അവരുടെ ലാഭവും കൂടി ചേർത്ത് പുതിയ വിലയ്ക്ക് നമുക്ക് വിൽക്കുന്നു. ആനുപാതികമായി 250 രൂപ GST വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. അവർ ഓൾറെഡി നൽകിയ 200 രൂപ മൈനസ് ചെയ്ത് ബാലൻസ് ഉള്ള 50 രൂപ മാത്രം ഗവൺമെൻറ്റിൽ അടച്ചാൽ മതി. 200 രൂപ അവർക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നൽകിയ GST 250 ഗവൺമെൻറ്റിന് എത്ര കിട്ടിയെന്ന് നോക്കാം. ആദ്യത്തെ ഷോപ്പുകാരന് ലഭിച്ച 100 രൂപ, മാനുഫാക്ചറർ നൽകിയ 50 രൂപ, ഹോൾസെയിലർ നൽകിയ 50 രൂപ, ചെറുകിട വ്യാപാരി നൽകിയ 50 രൂപ, അങ്ങനെ ടോട്ടൽ 250 രൂപ ഗവൺമെൻറ്റിന് ടാക്സായി ലഭിച്ചു. ഈ സപ്ലൈ ചെയിനിൽ ഓരോ പ്രാവശ്യവും വില കൂടിയതനുസരിച്ച് GST ആഡ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും അവർ ITC ഉപയോഗിച്ച് ക്ലെയിം ചെയ്യുകയും നമ്മൾ നൽകിയ GST പൂർണ്ണമായും ഗവൺമെൻറ്റിലേക്ക് നൽകപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ടാക്സ് ഓൺ ടാക്സ് വരുന്നില്ല എന്നതാണ്, അതായത് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇല്ലാതായി എന്നുള്ളതാണ് ഈ GSTയുടെ ഏറ്റവും വലിയ സവിശേഷത. ഒരു രാജ്യം ഒരു ടാക്സ്, അതായത് വളരെ സിംപ്ലിഫൈഡ് ആയ ഒരു ടാക്സ് സിസ്റ്റമാണ് GST. ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം സിംപ്ലിഫൈ ചെയ്ത് ഒരു കുടക്കീഴിലാക്കി. മറ്റൊന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കാസ്കേഡിംഗ് ഇഫക്റ്റ്, അതായത് ടാക്സ് ഓൺ ടാക്സ് ഇല്ലാതായി. അതുമൂലം അമിതമായി വില കൂടുന്നത് ഇല്ലാതായി. ഓൺലൈനിലൂടെ ഒരൊറ്റ സൈറ്റിലൂടെ ടാക്സ് ഫയലിംഗ് നടത്താമെന്നുള്ളത് ഫയലിംഗ് എളുപ്പമാക്കി. തന്മൂലം കൂടുതൽ പേർ ടാക്സ് നൽകും എന്നുള്ളത് മറ്റൊരു ഗുണമായി. എല്ലാ സ്റ്റേറ്റുകളിലും ഒരേ നികുതി എന്നത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബിസിനസ് എളുപ്പമാക്കുകയും ഓരോ സ്റ്റെപ്പിലും ട്രാക്ക് ചെയ്യാമെന്നുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റ് നൽകുകയും ചെയ്തു. ഇതെല്ലാം GSTക്ക് സുതാര്യത നൽകി. ഇനി GST എത്ര ടൈപ്പ് ഉണ്ട് എന്ന് നോക്കാം. 4 ടൈപ്പ് GST ആണ് ഉള്ളത്. ഒന്ന് CGST, അത് ഇൻട്രാ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിനുള്ളിൽ തന്നെ വ്യാപാരം നടക്കുമ്പോഴുള്ളതാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് SGST,
അതും ഒരു സ്റ്റേറ്റിൽ തന്നെ വ്യാപാരം നടക്കുമ്പോഴുള്ളതാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അടുത്തത് IGST, അത് ഇന്റർ സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള വ്യാപാരത്തിനുള്ളതാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് പിന്നീട് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ഷെയർ ചെയ്യും. അടുത്തത് UTGST ആണ്. അത് യൂണിയൻ ടെറിട്ടറീസിൽ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് ആണ്. നമ്മൾ എല്ലാവരും ടാക്സ് നൽകണമെങ്കിലും GST രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഗുഡ്സിന്റെ കാര്യത്തിൽ 40 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങളും സർവീസ് മേഖലയാണെങ്കിൽ 20 ലക്ഷത്തിനു മേൽ ടേൺ ഓവർ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങളുമാണ് നടത്തേണ്ടത്. GST രജിസ്ട്രേഷൻ നടത്തുമ്പോൾ GSTIN എന്ന ഒരു 15 ഡിജിറ്റ് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. 2017 നിലവിൽ വന്ന GST ആക്ടിൽ 4 മെയിൻ GST സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. 5%, 12%, 18%, 28%. എന്നാൽ സെപ്റ്റംബർ 22, 2025 മുതൽ GST 2.0 റീഫോംസ് എന്ന പേരിൽ ഇത് 2 കോർ റേറ്റ്സ്, അതായത് 5%, 18% പ്ലസ് ഒരു പുതിയ 40%, അതായത് സിൻ ഓർ ലക്ഷറി സ്ലാബും നിലവിൽ വരുന്നു. അതായത് എസൻഷ്യൽസ് നിത്യോപയോഗ സാധനങ്ങൾ 0% ഓർ 5% സ്ലാബിൽ വരുന്നു. അതുപോലെ TV, AC, സിമന്റ് മുതലായ മറ്റ് സാധനങ്ങളെല്ലാം 28% നിന്ന് 18% സ്ലാബിലേക്ക് മാറുന്നു. അതുപോലെ ടുബാക്കോ, ആൽക്കഹോൾ, ലക്ഷറി കാർ തുടങ്ങിയവ സിൻ ആൻഡ് ലക്ഷറി ഗുഡ്സിന്റെ 40% GST റേറ്റിലേക്ക് മാറുന്നു. 2000 ചർച്ചകൾ ആരംഭിച്ച് 2017 ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട GST ആക്ട് വളരെയേറെ സവിശേഷതകൾ, പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നുവെങ്കിലും കുറ്റമറ്റത് എന്ന് പറയാനാവില്ല. 2017-2019 കാലത്ത് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പല ചെറുകിട സംരംഭങ്ങളും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ലോക്കിനായി, അതായത് ചെറുകിട സംരംഭങ്ങൾ ടാക്സ് ആദ്യം പേ ചെയ്യുകയും പിന്നീട് കളക്ട് ചെയ്യുകയും വേണം. അതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ്, ഡിജിറ്റൽ നോളജിന്റെ കുറവ്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുണ്ടായ പ്രഷർ, അതായത് അതുവരെ ടാക്സ് ഇല്ലാതിരുന്നിട്ടും പെട്ടെന്ന് ടാക്സ് സ്ലാബിനുള്ളിൽ വന്നപ്പോൾ പല സംരംഭകർക്കും അത് വിലയിൽ ലഭിക്കാതെ പോയി. അതുപോലെ എക്സ്പോർട്ടേഴ്സിനുണ്ടായ റീഫണ്ട് ഡിലേ, റൂൾസിലുണ്ടായ ഫ്രീക്വന്റ് ചേഞ്ചസ് എന്നിങ്ങനെയുള്ള പല ബാലാരിഷ്ടതകൾ മൂലം പല ചെറുകിട സംരംഭങ്ങളും വളരെ സ്ട്രഗിൾ ചെയ്യുകയുണ്ടായി. പലതും ആ സമയത്ത് കൂട്ടിപ്പോവുകയും ചെയ്തു. പക്ഷേ 2020 മുതൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പുതിയ ഡിജിറ്റൽ ടൂൾസ് ആൻഡ് സ്കീംസ് ഉപയോഗിച്ച് കൂടുതൽ ബെനിഫിറ്റഡ് ആയതായി നമുക്ക് കാണാൻ കഴിയും. വൺ നേഷൻ വൺ ടാക്സ്, ഈസി ഇന്റർസ്റ്റേറ്റ് ട്രേഡ്, ഇൻക്രീസ്ഡ് ട്രാൻസ്പെറൻസി, ടോട്ടൽ ഇന്ത്യ ആസ് വൺ മാർക്കറ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. GST കോമ്പോസിഷൻ സ്കീംസ് ഇതെല്ലാം ലോങ് റണ്ണിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി. അതിലുപരിയായി ഇപ്പോൾ GST 2 ഓവറോൾ ഒരു റീഫോം അല്ല, തികച്ചും ഒരു കറക്ഷൻ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 5 സ്ലാബായിട്ട് കോംപ്ലക്സ് ആയിരുന്നത് 2 കോർ സ്ലാബുകളും ഒരു സിൻ ടാബുമായി കുറച്ച് GST സിസ്റ്റം കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയി. റേറ്റുകൾ കുറഞ്ഞത് ജനങ്ങളുടെ ഭാരം കുറയ്ക്കുന്നു. ഫയലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയാക്കി. സ്മോൾ ബിസിനസ്സസ് മന്ത്ലി റിട്ടേൺസിൽ നിന്ന് ക്വാർട്ടർലി റിട്ടേൺസിലേക്ക് മാറ്റം നൽകപ്പെട്ടിരിക്കുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് റീഫണ്ട്സ് കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ കാരണമാകും. IT സിസ്റ്റം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കിയിട്ടുണ്ട്. ഇത് ഫ്രോഡ്സിനെ കണ്ടെത്തുന്നതിനും ഓണസ്റ്റ് ടാക്സ് പേയേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുള്ളും ആയി മാറാൻ ഈ GST 2.0 നമ്മെ സഹായിക്കും. അങ്ങനെ 2017 GST ആക്ടിന്റെ കുറച്ചുകൂടി നല്ലൊരു വേർഷനായി GST 2.0 മാറിയിരിക്കുന്നു. അങ്ങനെ GST സിമ്പിൾ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ ആണെന്ന് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ